പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ചു മുമ്പ് ഞാൻ സന്ദേശം കൊടുത്തത് ചില സാങ്കേതിക തടസ്സം മൂലം അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാനതൊന്നുകൂടെ ആവർത്തിച്ചു പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് ദൈവജനവുമായിട്ട് ഈ പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ പ്രാർത്ഥനാധ്വനിയുടെ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ എന്നെ ഈ വേദിയിലേക്ക് പരിചയപ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട സാധനച്ചായൻ, അതുപോലെ പ്രാർത്ഥനാധ്വനിയുടെ വിവിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, പ്രാർത്ഥനാ സഹകാരികൾ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ആരംഭത്തിൽ അറിയിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ മാസം ജൂൺ മാസത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചന ചിന്തയാണ് പുതിയ സൃഷ്ടി അല്ലെ ന്യൂ ക്രിയേഷൻ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരുന്നു. ഇനി പുറകാലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. എന്താണ് പുതിയ സൃഷ്ടി എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും കൂടി ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ വീക്ഷണത്തിൽ നാം ചിന്തിക്കുമ്പോൾ പുതിയ സൃഷ്ടി എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ ദൈവ സൃഷ്ടിയിൽ ഒരു പുതിയ മനുഷ്യനായി മാറുന്നതിനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ വീക്ഷണത്തിൽ പുതിയ സൃഷ്ടി എന്നാൽ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നാം പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നതിനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ, വീണ്ടെടുപ്പിനെയും ദൈവത്തിന്റെ ക്ഷമയും പരിജ്ഞാനത്തെയും നാം സൂചിപ്പിക്കുന്നതിനെ, മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നതിനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. അതിനാധാരമായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 17 വാക്യം. 2 കൊരിന്ത്യൻ ചാപ്റ്റർ 5 വേഴ്സസ് 17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ 2 കൊരിന്ത്യർ അധ്യായങ്ങളിലെ, വിശേഷാൽ 5 അധ്യായം. ഈ 5 അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിലൊക്കെ അവസാന ഘട്ടങ്ങളിലൊക്കെ നാം വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ. ഇത് നമുക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒരു വേദഭാഗമാണ്. ആ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ഒരു വിശേഷമായിട്ടുള്ള പ്രയാസത്തെ സംബന്ധിച്ചിടത്തോളം പൗലോസ് തന്റെ ജീവിതം കൂടി വരച്ചു കാട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്നത് എങ്ങനെയായി, പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ആയിത്തീരണം, പുതിയ സൃഷ്ടിക്ക് എന്തൊക്കെ ലഭ്യമാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. പൗലോസിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പുതിയ സൃഷ്ടിയെ ഞാൻ 2ആയിട്ട് തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദ ടൈം വിത്ത് ക്രൈസ്റ്റ്. സെക്കൻഡ് വൺ, ദ ടൈം വിത്തൌട്ട് ക്രൈസ്റ്റ്. അതിന് ഞാൻ 2 പേരും കൂടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് ശൗലെന്നും രണ്ടാമത് പോളെന്നും. കർത്താവിനോട് കൂടാതെ ജീവിച്ച ഒരു പൗലോസ് അല്ലെങ്കിൽ ശൗൽ. ആ ശൗലിനെ കുറിച്ച് നമുക്കറിയാം. പ്രവൃത്തിയുടെ പുസ്തകം 8 അധ്യായത്തിന്റെ 1 വാക്യത്തില്, 8 അധ്യായത്തിന്റെ 3 വാക്യത്തില്, 9 അധ്യായത്തിന്റെ 1 വാക്യത്തിലൊക്കെ ശൗലിനെ കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനെ കൂടാതെ ജീവിച്ച ഒരു ശൗൽ ഒരു ന്യായപ്രമാണ പണ്ഡിതനാണ്. അന്നത്തെ ഏറ്റവും നല്ല അധ്യാപകന്റെ കീഴിൽ നിന്ന് ന്യായപ്രമാണവും വേദങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച ഒരു പണ്ഡിതൻ, ഒരു പരീശൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ തന്റെ സ്വത്വത്തെ കൃത്യമായിട്ട് നമുക്ക് വിവരിച്ചു കാണിക്കുന്നുണ്ട്. സ്ത്രീകളെയും ക്രിസ്തീയ സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച ഒരു വ്യക്തി, സ്തെഫാനോസിന്റെ മരണമടക്കമുള്ള പഴയ വിശുദ്ധന്മാരെ ആക്രമിക്കാൻ വേണ്ടിയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും ഭവനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വലിച്ചഴക്കുകയും അതിന് പ്രത്യേകമായിട്ട് മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് അതിനുള്ള അധികാരപത്രം വാങ്ങി കടന്നു വരുന്ന ഒരു ശൗലിനെ നമുക്കറിയാം. അവിടെ വെച്ചാണ് ശൗൽ ഒരു ദർശനത്തിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുകയും ആ ഒരു രൂപാന്തരം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ക്രിസ്തുവിനെ കൂടാതെ ജീവിച്ചിരുന്ന ശൗൽ വളരെ തീവ്രമായിട്ടുള്ള, അർത്ഥത്തിൽ പറഞ്ഞ വളരെ തീവ്ര ചിന്താഗതിക്കാരനായ, വളരെ തീവ്രമായിട്ട് തന്റെ ഉപദേശം, താൻ പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി
താൻ വളരെ ശുഷ്കാന്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. സഭയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി വളരെ ശുഷ്കാന്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ തന്നെ ക്രിസ്തു ആകർഷിച്ചപ്പോൾ, ക്രിസ്തു തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവായി താൻ സ്വീകരിച്ചപ്പോൾ തനിക്ക് വലിയൊരു വ്യത്യാസമുണ്ടായി. തനിക്കൊരു പുതിയ മനുഷ്യനായി തീരുന്നത്. പുതിയ മനുഷ്യൻ താൻ എത്രമാത്രം സഭയെ ഉപദ്രവിച്ചുവോ അത്രമാത്രം അതിനേക്കാൾ ഉപരിയായി ദൈവസഭയുടെ പ്രചാരകനായി, ക്രിസ്തീയ സഭയുടെ പ്രചാരകനായി, ക്രിസ്തുവിന്റെ സ്നേഹം മറ്റു ലോകങ്ങളിലേക്ക്, അതായത് വിവിധ 3 മിഷണറി യാത്രകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം, 3 മിഷണറി യാത്രകൾ. അതുപോലെ നിരവധി യാത്രകൾ, നിരവധി തവണ ജയിലിൽ കടന്നിട്ടുണ്ട് ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട്. അപ്പം താൻ എത്രമാത്രം സഭയെ ഉപദ്രവിച്ചോ അതിനപ്പുറമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തന്നിൽ കടന്നു വന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിനും ക്രിസ്തുവിന്റെ വിശ്വാസത്തിനും സാധിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നാം ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് ഇപ്പം നിലവിലുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് വലിയൊരു മാറ്റം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പുതിയ സൃഷ്ടി എന്ന് പറയുന്ന ഒരു പദം നാം സാധാരണമായി ചിന്തിക്കുമ്പോൾ എല്ലാവരും പുതിയതായിട്ട് ചിന്തിക്കുന്ന നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ, കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ നമ്മൾ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് റിനോവേറ്റീവ് ചെയ്യും. അതായത് നിലവിലുള്ള നമ്മുടെ ഫാഷന്റെ അല്ലെങ്കിൽ ആ ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് പുതുക്കാറുണ്ട്. പക്ഷെ ദൈവമായി ചിന്തിക്കുമ്പോൾ നിലവിലുള്ള ലോകത്തിലെ സാഹചര്യം അനുസരിച്ച് പുതുക്കുകയല്ല, മറിച്ച് യേശുക്രിസ്തുവിനെ നമ്മളിലേക്ക് കടത്തി വന്നു യേശുക്രിസ്തു നമ്മളിലൂടെ മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട്, യേശുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ ആ ഒരു മനുഷ്യവർഗത്തോടുള്ള കരുതലിനെ പ്രദർശിപ്പിക്കാനായിട്ട്, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ട് നാം ഒരു മറ്റുള്ളവരെ ക്രിസ്തുവിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തീയമായ ദൈവജന അടിസ്ഥാനത്തിൽ പുതിയ സൃഷ്ടി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മുമ്പേ ഞാൻ പറഞ്ഞു പൗലോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച്. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 11 വാക്യത്തിൽ പൗലോസിനെ പറഞ്ഞു, ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തത് പോയതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു പാപിയായി ജീവിച്ചൊരു മനുഷ്യനാണ്. കർത്താവ് എന്നെ തേടി വന്നതുകൊണ്ട് എനിക്ക് ദൈവമകനായി തീരുവാനായിട്ട് സാധിച്ചു. അതാണ് എന്റെ സാക്ഷി എന്ന് പറയുന്നത്. അതാണ് എന്നിലുള്ള പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തെ അത് ഞാൻ എംഫസിസ് ചെയ്യാനായിട്ട് അതിന് വലിയ ഒരു പ്രയോറിറ്റി കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, മറിച്ച് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനായിട്ട്, കർത്താവിന്റെ സ്നേഹം എന്നിലൂടെ പകരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അതാണ് എന്നിലുള്ള പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. കർത്താവ് തന്റെ ഉള്ളിൽ വന്നപ്പോൾ മുമ്പേ ഓർപ്പിച്ചത് പൗലോസിന് വലിയൊരു മാറ്റം കൊണ്ടുപോകാനായി തരുന്നു. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് താൻ ഓർത്ത് ദുഃഖിക്കുന്നില്ല. കാരണം അവിശ്വാസത്താൽ താൻ അവിശ്വാസിയായിരുന്നപ്പോൾ, കർത്താവിന്റെ സ്നേഹം അറിയാതിരുന്നപ്പോൾ താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ അത് മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ ഉള്ളത്തിൽ വന്നപ്പോൾ താൻ കർത്താവിന് വേണ്ടി അത്രമാത്രം താൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എത്രയും ചെയ്യാൻ കഴിയുമോ അത്രയും തന്റെ ജീവിത അവസാനം വരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ താൻ ശ്രമിച്ചു. അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്തയാണ്, പുതിയ സൃഷ്ടിയായാൽ നാം എങ്ങനെ ആയിത്തീരും, എപ്രകാരമാണ് നാം പുതിയ സൃഷ്ടിയിലേക്ക് കടക്കുന്നതെന്ന് അത് എങ്ങനെ മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും. അതായത് നാം ഒരു പുതിയ സൃഷ്ടിയാണെന്ന് മറ്റുള്ളവർ എങ്ങനെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, വീണ്ടും ജനിക്കുക, സ്പിരിച്വൽ റീബർത്ത്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വീണ്ടും ജനനം എന്ന വിഷയം നമുക്ക് വളരെ സുപരിചിതമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവും നിക്കോദോമീസവും നടത്തിയ ഒരു സംഭാഷണമുണ്ട്. നിക്കോദോമീസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിന്റെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ന്യായപ്രമാണം സംബന്ധിച്ച ഒരു വളരെ അറിവുള്ള പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം കർത്താവിനോട് നിരവധി ന്യായപ്രമാണവുമായി അടിസ്ഥാനപ്പെടുത്തി അനേക ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. അതിലൊരു ചോദ്യമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. കർത്താവിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു സംശയത്തിന്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പം അദ്ദേഹത്തിന് സംശയം, താൻ വയസ്സനായി ഇനിയും വീണ്ടും തന്റെ അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കാൻ സാധിക്കുമോ എന്നുള്ള, അതായത് ഫിസിക്കലായിട്ടുള്ള റീബർത്താണ് ഇവിടെ നിക്കോദീമോസ് ഉദ്ദേശിച്ചത്. കർത്താവ് അതിന് പറഞ്ഞൊരു മറുപടി നമുക്കെല്ലാം അറിയാം. കർത്താവിനെ ഹൃദയംഗമായി സ്വീകരിക്കുകയും കർത്താവിനെ കൽപ്പനകളെ പ്രമാണിക്കുകയും അത് അനുഷ്ഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രചരിക്കുകയും ചെയ്യുന്നതാണ്, കൈക്കൊള്ളുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഈ പുതുജനിക്കുക അല്ലെ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു. നാം കർത്താവിന് വീണ്ടും ജനം എന്ന് പറയുന്നത് ഒരു അപ്പോസ്തലിക ഉപദേശവും കൂടിയാണ്. ഒരു കഴിഞ്ഞ കാലാവസ്ഥകളിൽ നിന്നൊരു വ്യത്യാസപ്പെടുത്തി നാം യേശുക്രിസ്തുവിനെ വ്യത്യാസപ്പെടുത്തുക എന്ന് പറയുന്നത് നാം യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുക, ദൈവ കൽപ്പന അനുസരിക്കുക, അത് നിമിത്തം നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും. പൗലോസിന്റെ ജീവിതം ഞാൻ മുമ്പ് ഉദ്ധരിച്ചു ഇതുമായിട്ട്. രണ്ടാമത് എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ളൊരു മാറ്റം, ട്രാൻസ്ഫോംഡ് ലൈഫ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ മനുഷ്യനെ
മരിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വിശ്വാസത്താൽ നാം പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഇവിടെ ആന്തരികമായിട്ടുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ, അങ്ങനെ നാം അവന്റെ മരണത്തിന്റെ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തോടും നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന്റെ അടിമപ്പെടാതെ വേണം പാപശരീരത്തിനും നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ 6. പഴയ മനുഷ്യനെ നാം എന്ത് ചെയ്തു? ആ സ്വഭാവത്തോടുകൂടി കുഴിച്ചിടപ്പെട്ട് സ്നാനത്തോടുകൂടി, ഇവിടെ സ്നാനം എന്നൊരു വിഷയം കൂടി കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് പിന്നെ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾക്ക് പുതിയൊരു മനുഷ്യനായിട്ട് മാറുക. ആന്തരികമായിട്ടൊരു മാറ്റം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ്, ക്രിസ്തീയ കൈരളിക്ക് വളരെ സുപരിചിതമായിട്ടൊരു ഗാനമാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്നുള്ള. 21 ഭാഷകളിൽ ഈ ഒരു ഗാനം തർജ്ജമ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ എഴുതിയ ആരാണെന്നുള്ളത്. ഒരു ജർമ്മൻ സുവിശേഷ മിഷണറി ആയിരുന്ന വി നാഗൽ സാഹിബ് എന്ന് നമ്മൾ വളരെ ബഹുമാനത്തോട് വിളിക്കുന്ന വോൾബ്രിറ്റ് നാഗൽ എന്ന് പറയുന്ന സുവിശേഷ പ്രവർത്തകൻ. താൻ ജർമ്മനിയിൽ നിന്ന് സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായ കേരളത്തിന്റെ വടക്കേ ജില്ലയായ കണ്ണൂരിൽ വരികയും അവിടെ സുവിശേഷ പ്രവർത്തനത്തിന് ശേഷം താൻ കൊടുങ്ങല്ലൂരിലേക്ക് പോയി അവിടെ ആസ്ഥാനമാക്കി താൻ ജയിൽ സുവിശേഷീകരണം നന്നായി ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവ കൈരളിക്ക് വളരെ നല്ല ഗാനങ്ങൾ നൽകിയ ഒരു വിദേശ മിഷണറിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സുവിശേഷ ഘോഷണ ഫലമായി താൻ ജയിലിൽ സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിന്റെ രക്ഷയെക്കുറിച്ചും കർത്താവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിനെ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ തനിക്ക് ലഭിക്കുന്ന എന്തൊക്കെ ആനുകൂല്യങ്ങളെ പറ്റിയും തനിക്ക് എന്തൊക്കെ ലഭിക്കുമെന്നതിനെ കുറിച്ചുമൊക്കെ പറയുകയും താൻ അത് കർത്താവിന്റെ രക്ഷകനായി സ്വീകരിക്കുകയും ഒരു ദൈവമകനായി തീരുവാനായിട്ട് ഇടയാകുകയും ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ, മുമ്പേ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. തന്റെ ശിക്ഷ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള അതിന്റെ കാര്യങ്ങളുമായി ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു വന്നു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അത് നടപ്പിലാക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. താനത് ചോദിച്ചപ്പോൾ തന്നോട് പറഞ്ഞു, എന്നോടൊരു സുവിശേഷം പറഞ്ഞ ഒരു ജർമ്മൻ ഒരു മിഷണറി ഉണ്ട്, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ അധികാരി വളരെ ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി. ഇദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ അവിടെ എത്തി കഴിഞ്ഞ്, ബ്രദറെ, നിങ്ങൾ എന്നോട് പറഞ്ഞു തന്ന ആ സ്നേഹം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. എനിക്കൊരു ദൈവമകനായി തീരാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഇനി മരണത്തെക്കുറിച്ചൊരു ഭയമില്ല. കാരണം ഇനി മരിച്ചാൽ ഞാൻ എന്റെ കർത്താവിനോട് നിത്യതയിലായിരിക്കും. ആ ഒരു പ്രത്യാശയോട് ഈ സാഹിബിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ദുഃഖിതനായിട്ട് സാഹിബ് തനിക്കെന്ത് പറയാൻ കഴിയും? കാരണം അദ്ദേഹം മരണത്തെ മുഖാമുഖമായി കാണാൻ പോവുകയാണ്. ഇനി ഈ അടുത്ത സെക്കൻഡുകൾ അല്ലെങ്കിൽ കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാൽ താൻ മരണപ്പെടുമെന്ന് നന്നായി അറിയാമായിരുന്ന സാഹിബ് വളരെ ദുഃഖത്തോട് തിരിച്ച് പോയി കഴിഞ്ഞ് ഈ സമയമാവ രഥത്തിൽ നിന്നുള്ള ആ ഗാനത്തിന്റെ അടുത്ത വരികൾ താൻ അവിടുന്ന് എഴുതി, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും. വളരെ പ്രത്യാശയോടെ താൻ ആ വരികളോട് പൂർത്തീകരിക്കാൻ ഇടയായി തീർന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതം വളരെ ഷോർട്ടാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പർപ്പസുകളുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. പുതിയ സൃഷ്ടികളായി തീരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള ഒരു മാറ്റമാണ്. നമ്മുടെ പഴയ സ്വഭാവങ്ങളെ നമുക്കറിയാം. ഇദ്ദേഹം ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ ശിക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് അറിയാം. വളരെ നീണ്ട ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വേണം ഒരു വധശിക്ഷയ്ക്ക് വിധിക്കും. അപ്പം വളരെ നാളുകളായിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരിക്കാം. അപ്പം തന്റെ തന്നെ എത്ര വലിയ കൊടുങ്കുറ്റാണ് തന്റെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രത്യാശയുണ്ട്. ഇനി മരണത്തെക്കുറിച്ച് എനിക്ക് ഭയമില്ല, മറിച്ച് ഞാൻ ഇന്ന് മരിക്കുമ്പോൾ എനിക്ക് കർത്താവിനെ എനിക്ക് മുഖാമായി കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ആന്തരികമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് വളരെ ആവശ്യമാണ്. ആന്തരികമായ ഒരു മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് പുതിയ സൃഷ്ടിയെ നമുക്ക് പുറം ലോകത്തേക്ക് കാണിപ്പാനായിട്ട് കഴിയുകയുള്ളൂ.
മൂന്നാമത് പുതുക്കിയ ഒരു ബന്ധം, റിനൗഡ് റിലേഷൻഷിപ്പ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടിമ മനസ്സല്ല, മറിച്ച് മക്കളുടെ മനസ്സാണ് ആവശ്യം. ഞാൻ ഈ റിനൗഡ് റിലേഷൻഷിപ്പ് എന്ന ഒരു പദം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കൊരിക്കൽ പോലും അടിമകളുടെ മനസ്സല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറിച്ച് മക്കളുടെ മനസ്സാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ നാം എല്ലാവരും ദൈവമക്കളായി തീരുവാനായിട്ട് ഇടയായത്. നമ്മളെല്ലാം പരസ്പരം അഭിസംബോധന ചെയ്ത് ദൈവമക്കൾ എന്നുള്ള ഒരു വാക്കുകളാണ്, മലയാളത്തിൽ ആ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ പദം, ആ ഒരു വാക്ക് നമുക്ക് എങ്ങനെയാണ് ദൈവമക്കൾ എന്നൊരു വിളി കിട്ടിയത്? യേശു ക്രിസ്തുവിനോടുള്ള വിശ്വാസത്താലാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അടിമ മനസ്സല്ല, മറിച്ച് പുതുക്കിയ ഒരു ബന്ധം. എങ്ങനെയാണ് ബന്ധം? അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ഒരു ബന്ധം. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂപ്രയാണം വളരെ നീണ്ട വർഷങ്ങളായിരുന്നു. നമുക്കറിയാം, ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇത്രയും വർഷമൊന്നും വേണ്ടി വന്നില്ലായിരുന്നു. അവർക്ക് കർത്താവിന് വേണമെങ്കിൽ ഈസിയാണ്, ദൈവത്തിന് വേണമെങ്കിൽ അവരെ വേഗത്തിൽ അക്കരെ നാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ദൈവത്തിന് ഒരു പർപ്പസ്, ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത്ര നീണ്ട കാലയളവിലൂടെ, നീണ്ട വഴിയിലൂടെ ചുറ്റി അവരെ അവിടെ കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇവർ മിസ്രൈമിന് അടിമത്തത്തിലായിരുന്നു. നമ്മൾ ഏത് ലെവലിലായിരിക്കുന്നു അതായിരിക്കും നമ്മുടെ മനസ്സ്. നാം എങ്ങനെ ആയിരിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, ആ ഒരു ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സും അതേ രീതിയിലായി തീരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ മിസ്രൈമിലെ അടിമകളായിരുന്നു. അപ്പൊ അവർക്ക് അടിമ മനസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ആ അടിമ മനസ്സിനെ ഒരു മക്കളുടെ മനസ്സിലേക്ക് മാറ്റാനുള്ള കാലയളവായിരുന്നു ആ നീണ്ട 40 വർഷം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെക്കുറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു അടിമയുടെ മനസ്സല്ല, മറിച്ച് മക്കളുടെ മനസ്സാണ്. ആ മക്കളുടെ മനസ്സാകുമ്പം ആ മക്കളുടെ മനസ്സിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉണ്ട്, ഒരുപാട് പ്രോമിസസ് നമുക്കുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. മക്കളാകുക എന്നാൽ എന്താണ്? ബൈബിളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നാണ് മക്കൾ എന്ന് പറയുന്നത്. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം തരുന്ന വാഗ്ദത്തങ്ങളും ഉപകാരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മക്കൾ എന്ന് പറയുന്ന വെളിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുത്തി. ഒന്ന്, ഈ ലോകത്തിൽ കിട്ടാനുള്ള ഉപകാരങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്. വരുവാനുള്ള ലോകത്തിൽ കിട്ടുവാനുള്ള വാഗ്ദത്തങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ നമുക്ക് പുതിയ ഒരു ബന്ധങ്ങൾ ഉണ്ടാവണം. എങ്ങനെ ബന്ധം? ദൈവമായിട്ടുള്ള അപ്പാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ഒരു ബന്ധം. മറിച്ച് നാം വീണ്ടും അടിമനുഖത്തിൽ, മുമ്പേ വായിച്ചതുപോലെ അടിമനുഖത്തിലല്ല, മറിച്ച് നമ്മൾ ദൈവമക്കളായി തീരുവാനാണ്. മക്കളുടെ സ്വഭാവത്തിലേക്ക്. മക്കളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ പിതാവിന്റെ ശാസന അതേപടി അത് തിരുത്തിക്കൊണ്ട് പിതാവിന് കീഴ്പ്പെടുന്ന. അടിമയ്ക്കാണെങ്കിൽ ഒരുപക്ഷെ മനസ്സുകൊണ്ട് ചിലപ്പോൾ അവൻ അംഗീകരിക്കത്തില്ല. പ്രത്യക്ഷത്തിൽ അവന് വരുന്ന ശിക്ഷാവിധിയെ ഓർത്തുകൊണ്ട് ആ സമയത്തെ സാഹചര്യങ്ങളനുസരിച്ച് ബഹുമാനം കാണിച്ചിരിക്കും. പക്ഷെ മക്കൾ അങ്ങനല്ല. ഒരുപക്ഷെ അപ്പൻ കോപിച്ചാൽ അന്നേരത്തെ ആ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, പക്ഷെ അതിന്റെ പ്രസാദമോ അത് ജീവപര്യന്തം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 17 നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളുമായി. എത്ര മഹത്വകരമായിട്ടുള്ള ഒരു പ്രോമിസസ് ആണ് ഞാനിപ്പോൾ വായിച്ചത്. മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശം. വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ദൈവമക്കൾക്ക്, അല്ലെ ഒരു പുതുക്കം പ്രാപിച്ച, അല്ലെ പുതിയ സൃഷ്ടിയായിത്തീരുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിന് കൂട്ടവകാശികൾ, ദൈവത്തിന്റെ അവകാശികളായിത്തീരുക. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പറഞ്ഞു, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാകുന്നു. നാം പഴയ നുഖത്തിലായിരുന്നപ്പോൾ, നാം പഴയ ജീവിത രീതിയിൽ ജീവിച്ചപ്പോൾ നാം ദാസനായിരുന്നു. ദാസന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ പുത്രന് ഒരു പരിമിതികളുമില്ല. നമുക്ക് ഏത് സമയത്തും നമ്മുടെ പിതാവിനോട് ഏത് സമയത്തും നമുക്ക് ഏത് കാര്യവും നമുക്ക് തുറന്നു ചോദിപ്പാനായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ദൈവത്തോട് പറയുവാനായിട്ട്, വളരെ സ്നേഹത്തോട് പറയുവാനായിട്ട്, നമ്മുടെ ഏത് പ്രതിസന്ധികളിലും ദൈവമായിട്ട് നല്ല ബന്ധം തുടരുവാനായിട്ട് മക്കൾ എന്ന് പറയുന്ന ആ ഒരു പദവിക്ക്, ആ ഒരു പ്രിവിലേജിന് സാധിക്കും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു പടിയിലേക്ക് നാം എത്തിയെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയും. അല്ലെ മറ്റുള്ളവർക്ക് നമ്മുടെ ബന്ധം, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഈ ലോകത്തെ മനസ്സിലാക്കാൻ സാധിപ്പിക്കും നമ്മളൊരു പുതിയ സൃഷ്ടിയായി എന്നുള്ളത്. പുതിയ സൃഷ്ടിയുടെ 4-ാമത്തെ എന്ന് പറയുന്നത് പുതിയൊരു ഐഡന്റിറ്റി തരുവാണ്, പുതിയൊരു വ്യക്തിത്വം. ഞാനിവിടെ ഒന്നുകൂടെ കടന്നൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ആ പദത്തിന് കൊടുക്കുന്നത് പുതിയൊരു അംഗീകാരം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ നാം നിരവധി അംഗീകാരങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ട്.
എന്താണ് പുതിയ സൃഷ്ടിയിൽ നമുക്ക് ലഭിക്കുന്ന അംഗീകാരം? ഒന്ന്, പുട്ട് ഓൺ ക്രൈസ്റ്റ്, കർത്താവിനെ ധരിക്കുക. കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ നാം കർത്താവിന്റെ സ്വഭാവങ്ങളിലെ നമ്മളിലേക്ക് ധരിപ്പിക്കുക. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിന്റെ പുതുക്കം പ്രാപിക്കുവാൻ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവങ്ങളെ, കർത്താവിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ നാം കർത്താവിന്റെ സ്വഭാവങ്ങൾ ധരിച്ച് മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ വസ്ത്രം ധരിക്കാറുണ്ട്, നമ്മൾ നല്ല വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാറുണ്ട്. ഇന്നത്തെ കാലം അനുസരിച്ച് നല്ല ഫാഷനബിളായിട്ടുള്ള നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒതുങ്ങുന്നതായിട്ട് പല വസ്ത്രങ്ങൾ ധരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഐഡന്റിറ്റി, നാം ഒരു വ്യക്തിത്വം, നമ്മുടെ വസ്ത്രങ്ങളിലൂടെ ഒരു വ്യക്തിത്വത്തെ അറിയാൻ സാധിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 27-ാമത് വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇവിടെ സ്നാനത്തിന്റെ ഒരു പങ്ക് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കർത്താവിനെ ധരിച്ചിരിക്കുന്ന നാം സ്നാനത്തോടു കൂടിയാണ് കർത്താവിനെ ധരിച്ചിരിക്കുന്നത്. എന്താണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? ദൈവമക്കളായ നമ്മിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വരുത്തുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് ആലേപനം ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. കുറെ കൂടി കടന്നു പറയുകയാണെങ്കിൽ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ വെളിപ്പെടുത്തുക, അതൊക്കെ ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. ഒരു വളരെ മനോഹരമായ ഒരു ഗാനമുണ്ട്, യേശുവിനെ പോലെയാകുക, യേശുവിന് വാക്ക് കേൾക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ്. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവിനെ പോലെ ആയിത്തീരണമെങ്കിൽ കർത്താവിനെ നാം ധരിക്കണം. പുട്ട് ഓൺ ക്രൈസ്റ്റ് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശമാണ് കർത്താവിനെ ധരിക്കുക എന്നുള്ളത്. നാം ദൈവത്തിന്റെ മക്കളാകുമ്പോൾ നമ്മളിലൂടെ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും കർത്താവിനെ പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. നാം എങ്ങനെയും ജീവിച്ചിട്ട് നാം ദൈവമക്കളായി എന്ന് പറയുകയും മറ്റുള്ളവരിലേക്ക് കർത്താവിന്റെ സ്വഭാവം കൊണ്ടുചെന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മെ മറ്റുള്ളവർ ലോകം ഒരുപക്ഷെ അംഗീകരിച്ചെന്ന് വരില്ല. മറിച്ച് നാം യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലൂടെ പ്രകടമാക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സ്വഭാവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുവാൻ, അതുവഴി അനേകർ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുവാനും ദൈവത്തെ അറിയുവാനും കർത്താവിന്റെ സ്നേഹം മനസ്സിലാക്കുവാനുമായിട്ടും ഇടയായിത്തീരും. രണ്ടാമത്തെ ഒരു പദവിയാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഉത്തരവാദിത്തമാണ്, ഈ ന്യൂ ഐഡന്റിറ്റിയിലുള്ള രണ്ടാമത്തെ ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായി തീരുക, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം, ഈ നമ്മൾ വായിച്ച ആ അധ്യായത്തിൽ തന്നെ ഉണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതിന്റെ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതി, നാം ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന്റെ സ്ഥാനാധിപതികളായി തീരുക എന്നുള്ളതാണ്. നമുക്ക് വളരെ അറിയാം, നമ്മുടെ രാജ്യത്തെ സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന ഒരു റാങ്കാണ് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്. അതിൽ ഏറ്റവും ഉയർന്ന ഈ സിവിൽ സർവീസിലെ ആദ്യത്തെ റാങ്ക് പട്ടികയിൽ വരുന്ന ഒന്നാണ് ഈ IFS എന്ന് പറയുന്നത്. ഇത് പാസ്സാകുന്നവർക്ക് അതിന് ക്വാളിഫൈ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൂടെ, നമ്മുടെ ഈ രാജ്യത്തിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള സ്ഥാനാപതി കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ വളരെ ഭാരിച്ച, അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു ജോലിയാണ്. സാധാരണ ചെയ്യുന്ന ജോലി പോലെയല്ല ഒരു IFS ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. അവരാണ് കൂടുതലായിട്ട് അംബാസഡേഴ്സും ഒരു കൗൺസിൽ ജനറലൊക്കെ ആയിത്തീരുന്നത്. അപ്പൊ അവരുടെ പ്രധാനമായ ഉത്തരവാദിത്വം പറഞ്ഞത് നമ്മൾ അവരെ ഏൽപ്പിച്ച, അവരേത് രാജ്യത്തായിരിക്കുന്നു അവരെ വിട്ട് അവരുടെ മാതൃരാജ്യത്തിന്റെ മായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവർ ആയിരിക്കുന്ന രാജ്യത്ത്, ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഇവിടെ UAE ഒരു അംബാസിഡർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഒരു അംബാസിഡേഴ്സ് ഉണ്ട്. അവരുടെ ഉത്തരവാദിത്വം വെച്ചാൽ ഇന്ത്യയുടെ സന്ദേശം, ഇന്ത്യയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ വഴിയാണ്, ആ 2 കാര്യാലയങ്ങൾ വഴിയാണ് നടക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള വിഷയം, സെൻസിറ്റീവായിട്ടുള്ള വിഷയം, ഇപ്പോഴത്തെ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. എന്തെങ്കിലും പ്രശ്നം ചിലപ്പോൾ ഹൈക്കമ്മീഷണറെ വിളിപ്പിച്ച് കേട്ടിട്ടുണ്ടോ അവരെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവർ പറയുന്ന ഓരോ നിലപാടും വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ നിയമവുമായി ബന്ധപ്പെട്ട വളരെ ഉത്തരവാദിത്തങ്ങളാണ് ഈ പദവി വഹിക്കുന്ന അംബാസഡേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നാം എല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നാം, പുതിയ സൃഷ്ടിയായിരിക്കുന്ന നാം ഒരു അംബാസഡേഴ്സാണ്. ക്രിസ്തുവിന്റെ ഈ ദൈവരാജ്യത്തിന്റെ, കർത്താവിന്റെ ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സാണ് ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട് ഈ ഭൂമിയിൽ കർത്താവിന്റെ സന്ദേശം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് അറിഞ്ഞിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് നാം പഠിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.
ആ ദൈവത്തിന്റെ സന്ദേശം, ദൈവരാജ്യത്തിന്റെ സന്ദേശം, മഹാരാജാവിന്റെ സന്ദേശം ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരോട് അറിയിച്ച് അവരെയും ക്രിസ്തുവിലേക്ക് നേടുക, കർത്താവിന്റെ സന്ദേശം കൃത്യമായിട്ട് അവരെ അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. വളരെ വളരെ കാര്യക്ഷമമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ഒരു ലാഘവത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തമല്ല, മറിച്ച് പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരം ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് നാം ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എത്രമാത്രം കാര്യക്ഷമതയോട് നമ്മളെ അയച്ചിരിക്കുന്നവന്റെ വേല ചെയ്യുവാൻ നാം എത്ര പ്രബുദ്ധരാണെന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ കൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളുടെ, അതായത് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ലഭിച്ച നാം, പുതിയ സൃഷ്ടിയായി തീർന്ന നാം, ദൈവത്തിന്റെ വീണ്ടും ജനിക്കപ്പെട്ട നാം, ആന്തരികമായിട്ട് ഒരു മാറ്റം വന്ന നാം, ആ ബന്ധത്തിന് ഉത്തരവാദിത്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് ഓരോരുത്തരെയും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പർപ്പസ്, വിളിച്ചതിന്റെ പർപ്പസ് എന്താണ്? നാം ഈ ഭൂമിയിൽ എപ്രകാരമായിരിക്കുന്നു? നമ്മൾ പൗലോസിന് വന്ന പോലെ നാം ക്രിസ്തുവിനെ മുമ്പേ നമ്മുടെ അറിവില്ലായ്മ കാലത്ത് വന്നുപോയ ആ തെറ്റുകളിൽ വീണ്ടും വീണ്ടും അതിലേക്ക് പോകാതെ വേണം. നമ്മുടെ മഹാരാജാവിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുവാനായിട്ട് അറിവില്ലായ്മ കാര്യങ്ങളെ ഒന്നും നോക്കാതെ വേണം. ക്രിസ്തുവിന്റെ വിശ്വാസത്തെ, ക്രിസ്തുവിന്റെ സ്നേഹം നാം അനുഭവിച്ചത്, ക്രിസ്തുവിന്റെ ആ ഒരു സ്വഭാവം നമ്മളിലേക്ക് കടത്തിക്കൊണ്ടുപോയി. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഒരു സുവിശേഷം, ഒരു വ്യക്തിയുടെ സുവിശേഷം, ജയിലിൽ അറിയിച്ച ഒരു സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുവാനായിട്ട്, ആ ഒരു ആത്മാവിന്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ, രക്ഷ നേടുവാനായിട്ട്, ഒരു ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തെക്കാളും വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ രക്ഷ എന്ന് പറയുന്നത്. ആ മുഴുവൻ ലോകത്തേക്ക് ആ വിളവെടുപ്പുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമ്മൾ ഓരോരുത്തരിലും ഫലമേൽപ്പിച്ചിരിക്കുന്നത്. പുതിയ സൃഷ്ടികളായി നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നൽകട്ടെ. കർത്താവിന്റെ കൃപയിൽ നമ്മൾ ഓരോ ദിവസവും മുന്നേറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെ ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിലായിട്ട് പ്രാർത്ഥന ജോലിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഈ തരുണത്തിൽ ഓർപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രീഷ്യസ് സിസ്റ്ററിന്റെ കുഞ്ഞിന്റെ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. NICUവിലായി നിന്ന് അല്പം ഫിറ്റ്നസ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെന്റിലേറ്ററിന്റെ സഹായവും വേണ്ടി വന്നു. ഇപ്പോൾ തലയിൽ ഒരു വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിപൂർണമായിട്ടുള്ള ഒരു വിടുതലിന് വേണ്ടി നമുക്ക് വായിക്കാം. പുത്തൂർ ചർച്ചക്കോൾ സഭാംഗമായിക്ക് സിസ്റ്റർ മേഴ്സി പനി കൂടി ഹോസ്പിറ്റലായിരിക്കുന്നു. പ്രിയ സഹോദരിയുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പം റീസെന്റ് ഒരു മെസ്സേജ് വന്നു, UP ഒരു ദൈവദാസൻ സുവിശേഷ വിരോധികളുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. ഈ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി അറിഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പുതിയ സൃഷ്ടി എന്ന വിഷയവുമായിട്ട് കർത്താവെ അല്പസമയം ദൈവജനവുമായിട്ട് പ്രിയ കർത്താവെ ഹല്ലേലൂയ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവജനം പങ്കുവെപ്പാൻ അടിയനെ കർത്താവ് ഒരുക്കിയ എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. വിശേഷ ഞങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രീഷ്യസ് സിസ്റ്ററിന്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് ഫിറ്റ്സ് വന്ന് കുഞ്ഞിനിടയ്ക്ക് പ്രയാസത്തോൾ ഭാരപ്പെടുന്നു. അതുപോലെ തലയിൽ ഒരു വെള്ളക്കെട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഞങ്ങളുടെ കർത്താവ് സകല രോഗങ്ങളുടെയും വൈദ്യനായി, സകല രോഗങ്ങൾക്ക് ആശ്വാസകരമായി ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ മക്കളാണ്. കർത്താവെ, ഞങ്ങൾ മക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവജനം ഞങ്ങൾ പറയുന്നതുപോലെ മക്കൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്. കർത്താവ് ഹല്ലേലൂയ, മക്കൾക്കൊരു അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നേരിയ പുരോഗതി ഉണ്ടെന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഹല്ലേലൂയ, അതിവേഗം സഞ്ചരിക്കുന്ന അങ്ങയുടെ വചനം അയച്ച് ആ പ്രിയ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വിടുതലിന്റെ ഒരു കർത്താവ് ഒരു സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുത്തൂര് ചർച്ച് ഓഫ് ഗോഡ് സഭാംഗമായ സിസ്റ്റർ മേഴ്സിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പനി കൂടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ലോ കർത്താവെ, ബ്ലഡിന്റെ കൗണ്ട് കുറയുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ അറിയുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവെ ഹല്ലേലൂയ, അതിവേഗം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വചനം അയച്ച് കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രിയ സഹോദരിക്ക് കർത്താവെ പൂർണ്ണമായി വിടുതൽ കൽപ്പിക്കണമേ.
ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ പരമവൈദ്യനായി ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കർത്താവ് ഇനിയും ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ദൈവവചനം അയച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവെ, ഹല്ലേലൂയ, അല്പം മുമ്പ് കർത്താവ് പ്രാർത്ഥന അതിലൂടെ കർത്താവ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കേട്ട കർത്താവെ, സുവിശേഷ വിരോധികളുടെ പ്രയാസത്തെ ഭാരപ്പെടുന്ന അവരുടെ ദൈവസഭയ്ക്ക് ദൈവദാസനായിട്ട് പ്രാർത്ഥന കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, പൗലോസിനെ, ശൗലിനെ മാറ്റിയ ആ ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ, ശൗലിനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ കർത്താവെ, അങ്ങയുടെ സ്നേഹം കർത്താവെ ഉപദ്രവിക്കുന്നതോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെ കർത്താവ് അങ്ങയുടെ സ്നേഹം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവ് ഉത്തരം വള്ളിയിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരങ്ങളുമാറാകണമേ. ആമേൻ. എനിക്ക് പ്രകാരം അവസരം ഒരുക്കി തന്ന കൃതദാസനോടും ഈ പ്രാർത്ഥനാ ധനിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.